വെൽക്കം ടു ഓൺലൈൻ ക്ലാസ് ഓഫ് ബ്രൈറ്റ് അക്കാദമി. ഇന്ന് നമ്മൾ +1 ഫിസിക്സിലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി, അതായത് നമ്മൾ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡൊക്കെ പഠിച്ചു. അതിൻ്റെ ബാക്കിയായിട്ട് ആക്സിലറേഷൻ്റെ കാര്യമാണ് പഠിക്കാൻ. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ആക്സിലറേഷൻ? നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാണല്ലോ ആക്സിലറേഷനൊക്കെ. ആക്സിലറേഷൻ എ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു എന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെന്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇപ്പം ആദ്യത്തെ വെലോസിറ്റി v1, രണ്ടാമത്തെ വെലോസിറ്റി v2 ആണെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ നമ്മൾ എന്തെഴുതി? v2 മൈനസ് v1 ബൈ ടി. ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മളതിനെ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്നൊക്കെ വെച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഇനീഷ്യൽ വെലോസിറ്റി u എന്നും ഫൈനൽ വെലോസിറ്റിനെ v എന്ന് എടുത്തു കഴിഞ്ഞാൽ a ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ ടി ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ, അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷനും ഉണ്ട്, അതുപോലെ നോൺ യൂണിഫോം ആക്സിലറേഷനും ഉണ്ട്. അപ്പോൾ ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ആണ് ഈക്വൽ ഇൻ്റർവെൽസിൽ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ change in velocity in equal intervals of time. Equal change in velocity in equal intervals of time is called uniform acceleration. Unequal change in velocity in equal intervals of time is called non-uniform acceleration. അപ്പോൾ accelerated body എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. അതെന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ആക്സിലറേഷൻ. അപ്പം നമ്മൾ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ, വണ്ടിക്കൊക്കെ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. അപ്പം ഇനീഷ്യൽ വെലോസിറ്റീനേക്കാളും കുറവായിരിക്കും ഫൈനൽ വെലോസിറ്റി, അതായത് കുറഞ്ഞു വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ആക്സിലറേഷൻ്റെ പേരാണ് ഡീസെലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് ഡീസെലറേഷൻ. ഇപ്പം ഈ v ചെറുതും u വലുതും ആകുമ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീസെലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവ് ആക്സിലറേഷൻ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നു, വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നു. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി വെഹിക്കിൾ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ കുറഞ്ഞ് 0 ആവും. 0 ആകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കൂടുതലും, ഓടിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി കൂടുതലും, ഫൈനൽ വെലോസിറ്റി 0 ആവുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ആ നെഗറ്റീവ് ആക്സിലറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീസെലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. അപ്പം യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കും. നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഈക്വൽ ഇൻ്റർവെൽസിൽ അൺഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിലറേഷനെ നമ്മൾ ഇൻസ്റ്റൻറ്റാനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ദ ആക്സിലറേഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റേനിയാണ് എന്ത് പറയുന്നത്? ആക്സിലറേഷൻ, ഇൻസ്റ്റൻറ്റാനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റാനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ നമ്മൾ എഴുതി? ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം. അതേപോലെ ഇൻസ്റ്റൻറ്റാനിയസ് ആക്സിലറേഷൻ നമ്മൾ എന്തെഴുതുന്നു? ഇൻസ്റ്റൻറ്റാനിയസ് ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. ഇതെന്താ അതിൻ്റെ മീനിങ്? t1 സമയത്ത് അതിൻ്റെ വെലോസിറ്റി v1ഉം t2 സമയത്ത് അതിൻ്റെ വെലോസിറ്റി v2 ആണെങ്കിൽ ഇൻസ്റ്റൻറ്റാനിയസ് ആക്സിലറേഷൻ a ഈസ് ഈക്വൽ ടു v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. ഇതിനെ നമ്മൾ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയും. അപ്പോൾ അല്ലേ, ആവറേജ് ആക്സിലറേഷൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഇൻസ്റ്റൻറ്റാനിയസ് ആക്സിലറേഷൻ കിട്ടുക. ആവറേജ് ആക്സിലറേഷന് ലിമിറ്റ് അപ്ലൈ ചെയ്താണ് ഇൻസ്റ്റൻറ്റാനിയസ്. അപ്പം ആവറേജ് നമുക്ക് എന്താ കിട്ടുക? ആവറേജ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡെൽറ്റ v ബൈ ഡെൽറ്റ ടി എന്നെഴുതാം. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ കിട്ടാൻ നമ്മൾ ആവറേജ് ആക്സിലറേഷന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ആവറേജ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. ചേഞ്ച് ഇൻ വെലോസിറ്റിന് നമ്മൾ ഡെൽറ്റ എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കുന്നു, ഡെൽറ്റ v ബൈ ഡെൽറ്റ ടി. ഇനി അതിൻ്റെ മുകളിൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റൻറ്റാനിയസ് ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ഇൻസ്റ്റൻറ്റാനിയസ് ആക്സിലറേഷൻ എ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ v ബൈ ഡെൽറ്റ ടി, അല്ലേ? ലിമിറ്റ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആവറേജിൻ്റെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് ആണ്. സോ എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. A is equal to dv by dt. Acceleration is the first derivative of velocity. Acceleration is the ഫസ്റ്റ് ഡെറിവേറ്റീവ് വെലോസിറ്റി. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു
വി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വി. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വി എന്ന് പറയുന്നത്. അപ്പോൾ വി ഡി എക്സ് ബൈ ഡി ടി ആണെങ്കിൽ വാട്ട് ഇസ് എ? എ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അതായത് വിക്ക് നമ്മൾ ഡി എക്സ് ബൈ ഡി ടി കൊടുത്തു. ഡി എക്സ് ബൈ ഡി ടി കൊടുത്തപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. എ ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി. അപ്പോൾ ശ്രദ്ധിക്കുക, വെലോസിറ്റി ഈസ് ദി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ ഈസ് ദി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ഓർ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ വന്നു, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഇതിൽ നമ്മൾ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റാനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റാനിയസ് ആക്സിലറേഷൻ. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് ഗ്രാഫിൻ്റെ ഷേപ്പുകളും ആ ഗ്രാഫുകളെയും കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു ബോഡി സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? 1-2 ഷേപ്പ് ഗ്രാഫുകൾ നിങ്ങൾ ഫെമിലിയർ ആവുക. അത് ചോദിച്ചാൽ വരയ്ക്കാനും, അതുപോലെ അത് ഏത് ഗ്രാഫിൻ്റേതാണെന്ന് ഏത് ബോഡിയുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാനും വരച്ചതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ പഠിക്കാം. അപ്പോൾ ഗ്രാഫുകളാണ് നമുക്ക് ആദ്യം അടുത്ത് പറയാനുള്ളത്. ഫസ്റ്റ് വൺ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ടൈം എക്സ് ആക്സിലും പൊസിഷൻ വൈ ആക്സിലും റെപ്രസെൻ്റ് ചെയ്യും. അങ്ങോട്ട് അതിലുള്ള വേരിയേഷൻ നമ്മൾ മാർക്ക് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുന്നതാണ് എന്ത് പറയുന്നത്? പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയും. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ എക്സ് ആക്സിൽ ടൈമാണ്. ടൈം എപ്പോഴും ബേസിക് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തിലാണ് വരയ്ക്കുക? എക്സ് ആക്സിലാണ് മാർക്ക് ചെയ്യുക. പൊസിഷൻ ടൈമിനനുസരിച്ചുള്ള ചേഞ്ചാണ്. അപ്പോൾ ബോഡി അറ്റ് റെസ്റ്റിലുള്ള ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിൽ ടൈം, വൈ ആക്സിൽ പൊസിഷൻ. റെസ്റ്റിലുള്ള ബോഡി, ഇപ്പോൾ ബോഡി എ എന്നുള്ളൊരു പൊസിഷനിലാണെന്ന് വിചാരിച്ചു, 10 മീറ്റർ അകലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എ ആണ്, എയിൽ തന്നെയാണ്. അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ്. ദിസ് ഈസ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ റെസ്റ്റിലുള്ള ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ്? പാരലൽ ടു എക്സ് ആക്സിസ്. രണ്ടാമത്തെ ഗ്രാഫ് യൂണിഫോം മോഷൻ. ഇപ്പോൾ യൂണിഫോം മോഷനുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ എക്സ് ആക്സിൽ ടൈം, വൈ ആക്സിൽ പൊസിഷൻ എക്സ് എന്നുള്ള നൊട്ടേഷനാണല്ലോ പൊസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ് പോസിറ്റീവ്ലി ഇൻക്രീസിങ് സ്ലോപ്പ് ആയിരിക്കും യൂണിഫോം മോഷനിൽ. ഇപ്പോൾ നോൺ യൂണിഫോം ആണെങ്കിൽ ഗ്രാഫ് ഒരിക്കലും സ്ട്രേറ്റ് ലൈൻ ആയിരിക്കില്ല. യൂണിഫോം മോഷൻ ആയതുകൊണ്ടാണ് ഇൻക്രീസിങ് സ്ട്രേറ്റ് ലൈൻ സ്ലോപ്പ് ഉള്ളത് നമുക്ക് കിട്ടുന്നത്. നോൺ യൂണിഫോം ആണെങ്കിൽ സിഗ്സാക്ക് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ യൂണിഫോം മോഷനാണ് റെസ്റ്റിലുള്ള ബോഡിയുടെ യൂണിഫോം മോഷനിലുള്ളത്. ഇനി ഇതിപ്പോൾ പർട്ടിക്കുലർ ഇനീഷ്യൽ പൊസിഷൻ 0 അല്ലാത്തതാണ് അല്ലേ? പൊസിഷൻ 0 അല്ലാത്തതിൻ്റെ ഗ്രാഫാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇനീഷ്യൽ ഒറിജിന് 0 പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് 0 ആണെങ്കിൽ ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെ ഇപ്പോൾ x1 എന്നുള്ള പോയിൻ്റിൽ നിന്ന് തുടങ്ങുകയാണ്, ഫൈനൽ പോയിൻ്റ് x2 ആണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ അത് ഒറിജിൻ നിന്നും സ്റ്റാർട്ട് ചെയ്യാം ഗ്രാഫിന്. അപ്പം ഗ്രാഫ് വിത്ത് സ്ലോപ്പ് ഇൻക്രീസിങ് സ്ലോപ്പാണ് എന്ത്? യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് വരാം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഏരിയ കണ്ടാൽ ഈ ഗ്രാഫിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെയാണ് കാണാം? ഇപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഏരിയ, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ അല്ല, പൊസിഷൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് എന്താ വരിക? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് അല്ലേ സ്ലോപ്പ്. അപ്പോൾ വൈ ആക്സിലുള്ള കോർഡിനേറ്റ് ആരൊക്കെയാണ്? x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ ദിസ് ഇസ് ടൈം അല്ലേ? അപ്പോൾ ടി ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം അല്ലത്, ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ആയതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി എന്ന് പറയാം. എന്താ പറയുക? വെലോസിറ്റി. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വെലോസിറ്റിയാണ് കിട്ടുക. അപ്പോൾ വെലോസിറ്റി ഈസ് ദി സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. പഠിച്ചു വയ്ക്കുക. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ഒരു ബോഡിയുടെ
വെലോസിറ്റി തരും. ഏത് ഗ്രാഫിൻ്റെ സ്ലോപ്പ്, ഏത് ഗ്രാഫിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ച് കഴിഞ്ഞ് ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ ബോഡിയുടെ വെലോസിറ്റി ആയിരിക്കും നമ്മൾ കണ്ടുപിടിച്ച സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് is equal to y കോർഡിനേറ്റ്, y ആണെന്ത് x2 - x1 ബൈ x കോർഡിനേറ്റ് അതായത് t ടൈം. അപ്പോൾ x2 - x1 ബൈ t ഈസ് ദി വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി പഠിച്ചു വയ്ക്കണം. അത് ചോദിക്കാറുണ്ട് 1 മാർക്കിന്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് റെസ്റ്റിലുള്ള ബോഡീൻ്റെ പറഞ്ഞു, അതുപോലെ യൂണിഫോം ആക്സലറേഷൻ യൂണിഫോം മോഷനിലുള്ളത്. ഇപ്പോൾ യൂണിഫോം മോഷനിൽ ഇങ്ങനെയാണ് ഷേപ്പ് എങ്കിൽ ഇതിനെ നമ്മൾ പോസിറ്റീവ് വി എന്ന് എഴുതാം. നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിൽ ഇൻക്രീസിങ് സ്ലോപ്പ് ആണെങ്കിൽ നമ്മൾ +v എന്ന് സൂചിപ്പിക്കാറുണ്ട്. പോസിറ്റീവ് സ്ലോപ്പുള്ള ഗ്രാഫ് ആയതുകൊണ്ട് അതിന് v പോസിറ്റീവ് ആണെന്ന് എഴുതും. ഇപ്പോൾ v നെഗറ്റീവാണ്, v നെഗറ്റീവ് ആവാമല്ലോ. അപ്പോൾ v നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് മാറും. v നെഗറ്റീവ് ആണെങ്കിൽ ഗ്രാഫ് ദിസ്, ഇവിടെ ടൈം, ഇത് പൊസിഷൻ. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ തന്നെ 3 എണ്ണം നമ്മൾക്ക് പഠിക്കാം. പോസിറ്റീവ് വെലോസിറ്റീൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ്. നെഗറ്റീവ് വെലോസിറ്റിയാണ് പൊസിഷൻ ടൈം ഗ്രാഫ് വരുന്നതെങ്കിൽ അതിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാവും. v0 ആണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇനി പൊസിഷൻ ടൈം ഗ്രാഫിൽ v∞ ഉള്ളത് വരയ്ക്കാൻ പറഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്രാഫിൻ്റെ ഷേപ്പ് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇന്ന് റെസ്റ്റിലുള്ള ബോഡി റെസ്റ്റിൽ എന്ന് പറഞ്ഞാൽ അതിന് വെലോസിറ്റി ഇല്ലല്ലോ, വെലോസിറ്റി 0ആണ്. അപ്പോൾ 0 വെലോസിറ്റി ആകുമ്പോഴുള്ള ഗ്രാഫ്. യൂണിഫോം മോഷൻ, അതായത് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വിയുടെ ഗ്രാഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇനി നെഗറ്റീവ് വി ആണെങ്കിൽ ഇങ്ങനെ, 0v ആണെങ്കിൽ ഇത്, v∞ ആണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കുക. v∞ ആവുമ്പോൾ എപ്പോഴാണ്? ഇതിന് സ്ലോപ്പ് ഇല്ലല്ലോ, സ്ലോപ്പ് ഇൻഫിനിറ്റിയാണ് ഇതിൻ്റെ സ്ലോപ്പ് വരിക. ഇതിൻ്റെ സ്ലോപ്പ് 0 ആണ് വരിക. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് 0 ആണ് വരിക, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇൻഫിനിറ്റിയാണ് വരിക. അപ്പോൾ വെലോസിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും, ഇവിടെ വെലോസിറ്റി 0 ആയിരിക്കും. സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫാണ് വെലോസിറ്റി എങ്കിൽ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നെഗറ്റീവാണ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് 0 ആണ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇൻഫിനിറ്റിയാണ്. അപ്പം ഈ 5 ചിത്രങ്ങൾ ഇതിപ്പം മാറി വരാൻ കാരണം നമ്മൾ പറഞ്ഞു ഇനീഷ്യൽ പൊസിഷൻ 0 അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കയറ്റി വരച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വരച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഇത്രയും ഫിഗേഴ്സ് വരച്ച് വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പം നമ്മൾ ടൈം എക്സ് ആക്സിൽ വരയ്ക്കും, വെലോസിറ്റി വൈ ആക്സിലും വരയ്ക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ടൈം എക്സ് ആക്സിലും വെലോസിറ്റി വൈ ആക്സിലാണ്. ഇപ്പോൾ യൂണിഫോം മോഷനുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ചേഞ്ച് ആണല്ലോ വെലോസിറ്റി, അല്ലേ? അപ്പോൾ ദ ഗ്രാഫ് ഇസ് സ്ട്രൈറ്റ് ലൈൻ. യൂണിഫോം മോഷനിലാണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ആണ് വരിക. അപ്പോൾ ഈ ഗ്രാഫിൽ നിങ്ങൾ ഇവിടെ വെലോസിറ്റി v ഒരു ഏരിയ കണ്ടുപിടിക്കാം, t1 t2. അപ്പോൾ ഇതിൻ്റെ ഏരിയ, ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടു നോക്കാം നമുക്ക്. ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? AB × CD അല്ലേ? AB × AD × BD, ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ വരിക. അപ്പം AB × BC ആണ് ഏരിയ. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെലോസിറ്റി. BC പറഞ്ഞാലോ T2 - T1 അല്ലേ? T2 - T1 ഒരു പർട്ടിക്കുലർ ടൈമാണല്ലോ. അപ്പോൾ V × T എന്ന് എഴുതി. ഏരിയ ഈസ് ഈക്വൽ ടു വെലോസിറ്റി × ടൈം അല്ലേ? വെലോസിറ്റി × ടൈം ഏരിയ. അപ്പോൾ ഏരിയ ഓഫ് ദി ഗ്രാഫാണ്, ഗ്രാഫിൻ്റെ ഏരിയ വെലോസിറ്റി × ടൈമാണ്. വെലോസിറ്റി × ടൈം എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഈസ് S is equal to VT. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിയുടെ ഇക്വേഷനാണ് എന്ത്? S is equal to
v into t. നമ്മൾ v is equal to displacement by time അല്ലേ? അപ്പോൾ displacement is equal to velocity into time. That represent the equation of uniform motion. അപ്പം നേരത്തെ പഠിച്ചു slope of position time graph gives velocity. Slope of position time graph gives velocity. ഇപ്പോൾ പറഞ്ഞു എന്താണ്? Area of the velocity time graph. Area of the velocity time graph gives displacement and slope of velocity time graph gives acceleration. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ 0 ആണ്. ഇതിൻ്റെ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ഈസ് നോട്ട് ആക്സിലറേറ്റഡ്, ചേഞ്ച് ഇൻ വെലോസിറ്റി സെയിം ആണെന്നാണ്. അപ്പോൾ ആക്സിലറേഷൻ 0-മായ വസ്തുവിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇത്. ഇപ്പോൾ യൂണിഫോമിലി ആക്സിലറേറ്റഡ് ബോഡി ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ എ ഈസ് പോസിറ്റീവ്. അപ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവായുള്ള ഗ്രാഫ് ഇങ്ങനെ വരും. നെഗറ്റീവ് ആണെങ്കിൽ നേരത്തെ നമ്മൾ വരച്ച പോലെ സ്ലോപ്പ് തിരിച്ചാണ് വരിക. എ 0 ആവുന്നത് സ്റ്റേഷനറി യൂണിഫോം മോഷനിലാണ് വരിക. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പും അതിലെ ക്വാണ്ടിറ്റീസൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. സ്ലോപ്പ് ഓഫ് ദിസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് എ ആക്സിലറേഷൻ ആൻഡ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 3 കാര്യങ്ങൾ ഇത് ശരിക്കും ഓർത്ത് വെക്കുക. ഒന്നാമത്തെ കാര്യം, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ 3 കാര്യങ്ങൾ മാറിപ്പോവാതെ പഠിക്കാം. 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അപ്പോൾ ഒന്ന്, സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് എന്താണ്? വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ആക്സലറേഷൻ. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് മാറാതെ ഇതിങ്ങനെ തന്നെ എഴുതി വെച്ച് പഠിച്ചേക്കാം കേട്ടോ. ഇനി യൂണിഫോം മോഷൻ ആണെങ്കിൽ ആണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഗ്രാഫൊക്കെ വരച്ചത് അല്ലേ? നോൺ യൂണിഫോം ആണെങ്കിൽ നമുക്ക് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയാൻ പറ്റില്ല. ടെക്സ്റ്റിൽ ഷേപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോൺകേവും കോൺവെക്സ് പോലെ. അപ്പോൾ ആക്സിലറേഷൻ നോൺ യൂണിഫോം ആകുന്ന സമയത്തുള്ള ഗ്രാഫ്, ആക്സിലറേഷൻ നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ പൊസിഷൻ വെലോസിറ്റി ടൈം ഗ്രാഫ്, പൊസിഷൻ അല്ല, നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് വരച്ച് വയ്ക്കുക. കോൺകേവ് കോൺവെക്സ് പോലെ ഉള്ള സർഫസുകളാണ് അതിന് വരിക. അപ്പം ആക്സിലറേഷൻ യൂണിഫോം ആണെങ്കിൽ, ആക്സിലറേഷൻ ഉണ്ട്, പോസിറ്റീവ് ആക്സിലറേഷനാണ്, അത് യൂണിഫോം ആണെങ്കിലാണ് നമ്മളിപ്പോൾ വരച്ച കേസുകളിലെ ഗ്രാഫൊക്കെ. അപ്പോൾ ഇതിൽ നോൺ യൂണിഫോം ആണെങ്കിൽ പ്ലസ് എ മൈനസ് എ, ഇങ്ങനെ 2 ഗ്രാഫും കൂടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതും പഠിച്ച് വെച്ചേക്കുക. ഗ്രാഫിൻ്റെ ഷേപ്പുകൾ ആണ് നമുക്ക് ചോദിക്കുക. ഷേപ്പും ആ ഗ്രാഫിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താണ് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഗ്രാഫിൽ പഠിച്ചത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ നമ്മൾ 5 ഗ്രാഫ് വരച്ചു അല്ലേ? അതിൽ 5 ഗ്രാഫിൽ ഏതൊക്കെയായിരുന്നു? റെസ്റ്റിലുള്ള ബോഡിയുടെ ഗ്രാഫ്. അപ്പോൾ റെസ്റ്റിലുള്ള ബോഡിയുടെ ഗ്രാഫിന് വെലോസിറ്റി നമ്മൾ 0ആണ്. പിന്നെ നമ്മൾ വെലോസിറ്റി പോസിറ്റീവായുള്ളത്, പിന്നെ വെലോസിറ്റി നെഗറ്റീവായുള്ളത്, പിന്നെ വെലോസിറ്റി ഇൻഫിനിറ്റി ആയിട്ടുള്ളത്, പിന്നെ യൂണിഫോം മോഷനിലുണ്ടാകുന്ന ഗ്രാഫുകൾ. അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഉള്ളത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ടൈം എക്സ് ആക്സിലും വെലോസിറ്റി വൈ ആക്സിലും വരച്ചു. അത് യൂണിഫോം മോഷനിലുള്ള ഗ്രാഫ് വരച്ചു, നോൺ യൂണിഫോമിൻ്റെത് വരച്ചു, പോസിറ്റീവ് ആക്സിലറേഷൻ ഉള്ളത്, നെഗറ്റീവ് ആക്സിലറേഷൻ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ആക്സിലറേഷൻ പോസിറ്റീവ് നെഗറ്റീവ് ആവുന്നവർ. പിന്നെ അതിൽ 3 പെർട്ടിക്കുലർ ആയിട്ടുള്ള 3 പോയിൻറ്റ്സുകൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ആക്സിലറേഷൻ, ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യവും ഇപ്പോൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ഇപ്പോൾ സെക്കൻഡ് പാർട്ടിലുള്ള ഭാഗത്തിൻ്റെ ബാക്കിയാണ് തേർഡ് പാർട്ട്. അപ്പോൾ അത് തുടർച്ചയായിട്ട് തന്നെ ഇങ്ങനെ പഠിക്കുക. 9th പഠിച്ചതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി പഠിക്കുക. ചില ടേംസ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ഡിഫറൻഷിയേഷൻ എന്നുള്ള ഭാഗം നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ മിസ് ചെയ്തുതരാം. എക്സ് പൊസിഷൻ ഓഫ് എ ബോഡി റെപ്രസെൻറ്റ്സ് 2t² + 3t + 1. ഇതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. അതുപോലെ ആക്സലറേഷനും കണ്ടുപിടിക്കണം.
ഫൈൻഡ് വി ആൻഡ് എ ആണ് പറഞ്ഞത്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ഡി എക്സ് ബൈ ഡി ടി ആണ്. എ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആണ്. നമ്മളെന്ത് ചെയ്യുക, എക്സിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ബൈ ഡി ടി ഓഫ് 2t സ്ക്വയർ 3t പ്ലസ് 1. ഇനി ഇതിനെ ഓരോന്നിനും സെപ്പറേറ്റ് എഴുതുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 3 ഐഡൻറ്റിറ്റീസ് ഏതൊക്കെയായിരുന്നു? ഡി ബൈ ഡി ടി ഓഫ് സി ടി റേസ് ടു എൻ ഈക്വൽ ടു സി ഇൻറ്റു എൻ ഇൻറ്റു ടി റേസ് ടു എൻ മൈനസ് 1. അതുപോലെ ഡി ബൈ ഡി ടി ഓഫ് ടി റേസ് ടു എൻ അല്ലേ. ഇത് 3 നമുക്ക് ഐഡീസ് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം അവിടെ സിക്ക് പകരമുള്ള ആൾ ഇവിടെ 2 ആണ്. അപ്പോൾ അതിനതുപോലെ തന്നെ എഴുതി ടീൻ്റെ പവർ 2, അപ്പോൾ ഇൻറ്റു 2 ടി റേസ് ടു 2 മൈനസ് 1 പ്ലസ് ഡി ബൈ ഡി ടി കോൺസ്റ്റൻറ്റ് 3 ആണ്. അതങ്ങനെ തന്നെ എഴുതി ടീൻ്റെ പവർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 നിന്നും 1 കുറച്ചു, പിന്നെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് 0 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4t പ്ലസ് 3. ഇതാണ് എന്ത്? വെലോസിറ്റി. വി ഈസ് ഈക്വൽ ടു 4t പ്ലസ് 3. കാരണം ടി റേസ് ടു 1 മൈനസ് 1 ടി റേസ് ടു 0 അല്ലേ. ടി റേസ് ടു 0 പറഞ്ഞാൽ 1 ആണ്. ഇതേപോലെ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്. വി എന്തായിരുന്നു? 4t പ്ലസ് 3. അപ്പോൾ എ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് 4t പ്ലസ് 3. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയ അല്ലേ. അപ്പോൾ എത്ര കിട്ടുക? 4. ആക്സിലറേഷൻ കിട്ടുക 4. ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് നോക്കുക. ആ ഐഡീസ് വെച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്ക്. പറ്റിയില്ലേ നമുക്ക് വീണ്ടും പറയാം. അപ്പോൾ ഈ ഐഡീസ് ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് കാണാതെ പഠിച്ചിട്ടോ ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കുകയോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ അടുത്ത വർഷം മാത്സിലേ പഠിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫിസിക്സിൽ ഇത്രയും കാര്യങ്ങളെ വേണ്ടുള്ളൂ. അതൊന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഫൈൻഡ് വി ആൻഡ് എ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 3t ക്യൂബ് ഡി ബൈ ഡി ടി 4t സ്ക്വയർ ഡി ബൈ ഡി ടി 2t. അപ്പോൾ ഇവിടെ ചെയ്തത് എന്താ? 3t ക്യൂബ് 3 ഇൻറ്റു 3 ടി റേസ് ടു 3 മൈനസ് 1. അപ്പോൾ 9t സ്ക്വയർ 4t സ്ക്വയർ 4 ഇൻറ്റു 2 ടി റേസ് ടു 2 മൈനസ് 1 4 ഇൻറ്റു 2t 2 ഇൻറ്റു 1 ടി റേസ് ടു 1 മൈനസ് 1 അപ്പോൾ 2. ഇതേപോലെ തന്നെ ഇങ്ങനെ ഓരോന്നും ഐഡീസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. സിമ്പിളാണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ഉത്തരം കണ്ടെത്തും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ടീൻ്റെ പവർ കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് കുറഞ്ഞ് പവർ ഓഫ് ദി വേരിയബിൾ എന്ത് ചെയ്യുന്നു? കുറയുന്നുണ്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് എഴുതിക്കോളും. അപ്പോൾ ഹോംവർക്ക് എക്സ് ഈക്വൽ ടു 4t റേസ് ടു 4 പ്ലസ് 3t സ്ക്വയർ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 3t ക്യൂബ് പ്ലസ് 2t പ്ലസ് 1. 2 ക്വസ്റ്റ്യനാണ്. വെലോസിറ്റിയും കണ്ടുപിടിക്കുക, ആക്സിലറേഷനും കണ്ടുപിടിക്കുക. സെയിം ഈ ഐഡീസ് സപ്ലൈ ചെയ്തിട്ട് തെറ്റാതെ എഴുതി വയ്ക്കുക. എന്നാൽ തന്നെ അത് ശരിയാവും. വലിയ ബുദ്ധിമുട്ടിപ്പോൾ നമുക്ക് വലിയ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ചെറിയ ഫിസിക്സിൽ നമുക്ക് ഇത്രയും വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്ത് ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.